ഇന്ത്യക്കുമേൽ 25% തീരുവ ചുമത്തി ട്രംപ്. ഓഗസ്റ്റ് 1 മുതൽ തീരുവ പ്രാബല്യത്തിൽ വരും. റഷ്യയിൽ നിന്നും എണ്ണയും ആയുധങ്ങളും വാങ്ങുന്നത് തുടർന്നാൽ അധിക പിഴയുണ്ടാകുമെന്ന് മുന്നറിയിപ്പുണ്ട്. അനുപമ ശ്രീദേവി നമുക്കൊപ്പം ചേരുകയാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന്. അനുപമ, ഇപ്പോൾ നേരത്തെയും താരിഫ് മുന്നറിയിപ്പുകൾ ഉണ്ടായിരുന്നു ഇന്ത്യക്ക് മുകളിൽ. കഴിഞ്ഞ ദിവസമാണ് റഷ്യയുമായിട്ടുള്ള ചെങ്ങാത്തം ഒഴിവാക്കിയില്ലെങ്കിൽ അധിക താരിഫ് എന്ന മുന്നറിയിപ്പ് വന്നത്. ഇതിപ്പോൾ ഏതെല്ലാം മേഖലകളിലായിരിക്കും ഇത് ഇന്ത്യയെ ബാധിക്കാൻ പോകുന്നത്? ബിനിൽ, ഇക്കഴിഞ്ഞ ഏപ്രിൽ മാസത്തിലാണ് മറ്റ് പല വ്യാപാര കക്ഷികൾക്കും ഒപ്പം ഇന്ത്യക്കെതിരെ 26% ഈ പ്രതികാര താരിഫ് ചുമത്തിക്കൊണ്ട് ട്രംപിന്റെ ഭാഗത്തു നിന്നൊരു നടപടി ഉണ്ടായത്. അതിനുശേഷം ഏകദേശം 5 റൗണ്ട് ചർച്ചകൾ ഇന്ത്യ-US വ്യാപാര ചർച്ചകൾ നടന്നിട്ടുണ്ട്. എങ്കിലും ഒരു വ്യാപാര കരാറിലേക്ക്, ഉഭയകക്ഷി കരാറിനായി വർഷങ്ങളായിട്ട് ഇന്ത്യയും US ശ്രമം നടത്തുന്നുണ്ടെങ്കിൽ തന്നെ ഈ ഒരു കാലാവധിയിലേക്ക് 90 ദിവസത്തെ ഒരു ഇടക്കാല കാലാവധിയാണ് ഈ താരിഫ് മരവിപ്പിക്കലുകൾക്ക്, ഈ താരിഫ് പ്രഖ്യാപനങ്ങൾക്ക് ശേഷം ട്രംപ് നടത്തിയത്. ഈ ഒരു 90 ദിവസത്തെ ഇടവേളയ്ക്കുള്ളിൽ ഒരു താൽക്കാലിക ഇടക്കാല വ്യാപാര കരാറിനായിട്ടാണ് ഈ 5 റൗണ്ട് ചർച്ചകൾ US-ന്റെയും ഇന്ത്യയുടെയും ഉന്നത പ്രതിനിധി സംഘങ്ങൾ നടത്തിയത്. ഈ ചർച്ചകൾക്കൊടുവിലും ഒരു കരാർ ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ ഓഗസ്റ്റ് 1 മുതൽ പല രാജ്യങ്ങൾക്കും ഒപ്പം ഇന്ത്യക്കെതിരെയും ഈ പ്രതികാര താരിഫ് വീണ്ടും പ്രഖ്യാപനം ഉണ്ടാകുന്നത്. ഈ ട്രംപ് ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ഇപ്പോൾ 25% താരിഫ് നിലവിൽ വരും എന്നുള്ളൊരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. ഇന്ന് പകൽ തന്നെ ട്രംപ് ഇതിനു മുൻപ് US എയർഫോഴ്സ് വണ്ണിൽ മാധ്യമങ്ങളോട് നടത്തിയ ഒരു പ്രതികരണത്തിൽ ഇന്ത്യക്കെതിരെ ഒരു 20% മുതൽ 25% വരെ താരിഫുകൾ ഓഗസ്റ്റ് 1 മുതൽ നിലവിൽ വരുമെന്നൊരു പ്രഖ്യാപനം നടത്തിയിരുന്നു. അതിന്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ ട്രൂത്ത് സോഷ്യലിലൂടെ 25% താരിഫ് ഓഗസ്റ്റ് 1 മുതൽ നിലവിൽ വരുമെന്നുള്ളൊരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. ഇതിനൊപ്പം തന്നെ പറയുന്നതാണെങ്കിൽ ബിനിൽ പറഞ്ഞതുപോലെ തന്നെ റഷ്യയുമായിട്ടുള്ള വ്യാപാര സഹകരണമുള്ള എല്ലാ രാജ്യങ്ങൾക്കുമെതിരെ ഈ ഉപരോധമടക്കം നടപടികൾ ഉണ്ടാകുമെന്ന് ട്രംപ് നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. നമുക്കറിയാം, ഒരു 12 ദിവസത്തെ സമയമാണ് റഷ്യക്ക് യുക്രൈനുമായിട്ടുള്ള യുദ്ധം അവസാനിപ്പിക്കാനായിട്ട് ട്രംപ് അവസാനമായി തിങ്കളാഴ്ച നൽകിയിരിക്കുന്ന ഒരു കാലപരിധി എന്ന് പറയുന്നത്. ഇതിനുള്ളിൽ യുദ്ധം അവസാനിപ്പിച്ചില്ലെങ്കിൽ റഷ്യക്കെതിരെ കടുത്ത നടപടിയിലേക്ക് നീങ്ങുമെന്നാണ് ട്രംപ് പറയുന്നത്. അതിനൊപ്പം തന്നെയാണ് ഈ റഷ്യയുമായിട്ടുള്ള വ്യാപാര സഹകരണമുള്ള രാജ്യങ്ങൾക്കെതിരായിട്ടുള്ള ഭീഷണി. ഈ ഒരു ഭീഷണിയുടെ പുറത്താണ് ഇപ്പോൾ ഇന്ത്യ വലിയ രീതിയിൽ റഷ്യയിൽ നിന്ന് ആയുധങ്ങളും എണ്ണയും ഊർജ്ജമടക്കമുള്ള ഇറക്കുമതി ചെയ്യുന്ന ഒരു രാജ്യമാണ്. ഈ ഒരു വ്യാപാര ബന്ധം തുടരുന്ന പക്ഷം അധിക പിഴ ഒടുക്കേണ്ടി വരും എന്നുള്ളൊരു മുന്നറിയിപ്പാണ് ഇപ്പോൾ ഈ ഒരു താരിഫ് പ്രഖ്യാപനത്തിനൊപ്പം. പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെയാണ് പാർലമെന്റിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിപക്ഷത്തിന്റെ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് ഈ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള സംഘർഷത്തിൽ ഒരു മൂന്നാം കക്ഷി ഇടപെട്ടിട്ടില്ല, ഒരു ലോക നേതാവും ഇടപെട്ടിട്ടില്ല. ട്രംപിന്റെ പേരെടുത്ത് പറഞ്ഞില്ല, അതാണ് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടത്. പക്ഷേ എങ്കിൽ പോലും ഒരു ലോക നേതാവും ഇടപെട്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിന് പിന്നാലെയാണ് ഈ തീരുവ ചുമത്താനുള്ള തീരുമാനം ട്രൂത്ത് സോഷ്യലിലൂടെ ട്രംപ് അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. അത് ഏതെങ്കിലും വിധത്തിൽ പ്രകോപനമായി എന്ന് അന്താരാഷ്ട്ര വിദഗ്ധർ, നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ടോ? എടുത്തു പറയേണ്ടത് പിന്നിൽ ഇന്ന് ഈ ഒരു താരിഫ് പ്രഖ്യാപനം നടത്തുമ്പോൾ ആ പോസ്റ്റിൽ ഇന്ത്യയെ ഫ്രണ്ട് എന്ന് തന്നെയാണ് ട്രംപ് വിശേഷിപ്പിക്കുന്നത്. വളരെ അടുത്ത സുഹൃത്ത് തന്നെയാണ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കുമ്പോഴും ഈ നേരത്തെ മുൻപ് താരിഫ് പ്രഖ്യാപനത്തിന് സമയത്ത് ഏപ്രിൽ ഉന്നയിച്ച ആരോപണങ്ങൾ തന്നെയാണ് ഈ പോസ്റ്റിലും ട്രംപ് ആവർത്തിക്കുന്നത്. അത് ഈ ട്രേഡ് ഗ്യാപ്പ്, ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ട്രേഡ് ഗ്യാപ്പും, അതുപോലെ തന്നെ ഈ വലിയ രീതിയിലുള്ള വ്യാപാര നിയന്ത്രണങ്ങൾ, ഇന്ത്യ അമേരിക്കയ്ക്കെതിരെ ഏർപ്പെടുത്തുന്ന വ്യാപാര നിയന്ത്രണങ്ങൾ, അധിക താരിഫുകൾ, ലോകത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന താരിഫുകളൊന്നാണ് ഇന്ത്യ ചുമത്തുന്നതെന്നാണ് പറയുന്നത്. ഈ പഴയ കാരണങ്ങൾ തന്നെയാണ് ഇതിൽ ആവർത്തിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ന് എയർഫോഴ്സ് വണ്ണിൽ രാവിലെ സംസാരിക്കുമ്പോഴും ഈ ഒരു ട്രംപ് നമ്മൾ ഇന്ത്യ നിഷേധിക്കുമ്പോൾ തന്നെയും ഈ ട്രംപ് ആവർത്തിച്ചിട്ട് ഈ അവകാശവാദം ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്ന് പകലും ട്രംപ് പറഞ്ഞത് ഇന്ത്യ അടുത്ത സുഹൃത്താണ്. ഇന്ത്യയുടെ തൻ്റെ അഭ്യർത്ഥന പ്രകാരം ഇന്ത്യ പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധം ഉപേക്ഷിച്ചു എന്ന് വെച്ചാൽ നമ്മൾ എത്ര തവണ നിഷേധിച്ചാലും ട്രംപ് ആ അവകാശവാദത്തിൽ നിന്ന് പിന്മാറുന്നില്ലെന്ന് വ്യക്തമാക്കി. എന്തായാലും ഇന്ത്യ അടുത്ത സുഹൃത്താണ് എന്നുള്ളതാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു വെക്കുന്നത്. പക്ഷെ അടുത്ത സുഹൃത്തിനെ 25% അധിക തീരുവയാണ്, പ്രതികാര ചുങ്കമാണ് ചുമത്തിയിരിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അനുപമ ശ്രീദേവിയാണ് വിവരങ്ങൾ നൽകിയത്.